ഇറാൻ മിസൈൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പേരിൽ പള്ളി. ആദരമർപ്പിച്ച് ഊർജ മന്ത്രാലയം. രാജ്യത്തെ സുപ്രധാന ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജറാഹ് അൽ ഖാലിദിയുടെ സ്മരണാർത്ഥം സൗദി എനർജി കമ്പനിയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലുള്ള പള്ളിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ തീരുമാനം. സൗദി ഊർജ മന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ സൽമാനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സൗദി എനർജി കമ്പനിയിലെ വ്യാവസായിക സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥനായിരുന്ന ജറാഹ് അൽ ഖാലിദി ഊർജ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിനിടെയാണ് ധീരമായി പോരാടി വീരമൃത്യു വരിച്ചത്. ആക്രമണത്തിൽ സ്ഥാപനത്തിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും കമ്പനിയിലെ മറ്റ് 7 പൗരന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജറാഹ് അൽ ഖാലിദിയുടെ നാമധേയം ഉത്തരവാദിത്തത്തിന്റെയും ധൈര്യത്തിന്റെയും നിത്യപ്രതീകമായി നിലനിൽക്കുമെന്ന് സൗദി എനർജി കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ജോലിയിലുടനീളം അദ്ദേഹം പുലർത്തിയ അചഞ്ചലമായ സമർപ്പണവും കടമകളോടുള്ള വിശ്വസ്തതയും സഹപ്രവർത്തകർക്കും മറ്റ് ജീവനക്കാർക്കും മാതൃകയാണെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഊർജ്ജ മേഖലയ്ക്കും വേണ്ടി ജീവൻ സമർപ്പിച്ച അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ തീരുമാനം. അതേസമയം ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ പേർഷ്യൻ ഗൾഫിലെ US സൈനിക താവളങ്ങൾക്കുള്ള ഉപകരണങ്ങൾക്കും വൻ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടെന്നാണ് വിവരം. ഇത് പരിഹരിക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ടി വരുമെന്നും US ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NNBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ാം തീയതി യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലെ US താവളങ്ങൾക്ക് നേർക്ക് ഇറാൻ ആക്രമണം നടത്തി. സ്റ്റോറേജ് വെയർഹൌസുകൾ, കമാൻഡ് സെന്ററുകൾ, എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ ചുരുങ്ങിയത് 7 രാജ്യങ്ങളിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. മാത്രമല്ല, സൈനിക നീക്കത്തിനും നിരീക്ഷണത്തിലും നിർണായകമായ റൺവേകൾക്കും റഡാർ സംവിധാനങ്ങൾക്കും ചില വിമാനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. യുഎസിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ഒരു പഴയ ഇറാനിയൻ F-5 വിമാനത്തിന് ഉള്ളിൽ കടന്ന് ആക്രമണം നടത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിവരം US പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. സൈനിക നടപടികൾ കൈകാര്യം ചെയ്യുന്ന US സെൻട്രൽ കമാൻഡ് നാശനഷ്ടങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അതേസമയം വിഷയത്തിൽ സുതാര്യത ഇല്ലാത്തതിൽ ചില റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ കടുത്ത അമർഷത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഴ്ചകളായി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും പ്രത്യേകിച്ചും പെന്റഗൺ റെക്കോർഡ് ബജറ്റ് ആവശ്യപ്പെടുന്ന സമയമായിരുന്നിട്ടുകൂടിയും വിഷയത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ചിത്രം ലഭിക്കുന്നു റിപ്പബ്ലിക്കൻ പ്രതിനിധി വിമർശിച്ചു. ഇറാൻ യുദ്ധത്തിന് വേണ്ടി പെന്റഗൺ 200 ബില്യൺ കൂടുതലുള്ള വർഷങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ച് ആദ്യ ആഴ്ചയിൽ സൈനിക നടപടികൾക്കായി US $11 ബില്യൺ ലഭിച്ചതായിട്ടും വിവരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.